ട്രെയിൻ യാത്രയിൽ ഒരുപാട് ആളുകൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും, കാണാൻ പറ്റും. ചെറിയ ചെറിയ തൊഴിലെടുത്തിട്ട് ജീവിക്കുന്നവർ. ഇത് കാണുന്നില്ലേ, ഇതൊരു തരം ഒരു ബിസിനസ്സാണ്. പിന്നെ വെറൈറ്റി ഐറ്റംസ് ആണ്. പൊരി മസാല ഞാൻ ഒരെണ്ണം വാങ്ങി കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിൽ ഉള്ളത് ചോളാപ്പരിയാണ് മെയിൻ. ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് ചോളാപ്പരി. പിന്നെ അതുപോലെ മിക്സർ ഉണ്ട്. പിന്നെ അതുപോലെ എന്തുണ്ട്, പിന്നെ ഉള്ളി, പിന്നെ വ്യത്യസ്ത മസാലകൾ. ഒരു ഇത്തരമുള്ള കാണുന്നില്ലേ, ഇത്തരമുള്ള ഒരു സാധനത്തിന് 10 രൂപയാണ് വില. നല്ല ഒരു കച്ചവടം തന്നെയാണ്. പിന്നെ നമുക്ക് കാണുമ്പോൾ ഇതൊരു ചെറിയൊരു സംരംഭമാണെങ്കിലും ട്രെയിനിലുള്ള ഇപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഒരു 4 ആൾ നേരത്തെ വാങ്ങിയത്. ഈ വീഡിയോ എടുക്കുമ്പോൾ 5-6 ആൾ വാങ്ങിക്കഴിഞ്ഞു കേട്ടോ. പിന്നെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, തളികയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ടീമായിട്ട് ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ ഒരു തളികയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അത് അടുത്ത കച്ചവടക്കാരൻ വന്നിട്ടുണ്ട്. പിന്നെ കുടുക്ക മസാല, അങ്ങനെ വ്യത്യസ്തങ്ങളായ കച്ചവടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നടക്കുന്നുണ്ട്. ബംഗാൾ യാത്രയുടെ 2ാം ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ വളരെയധികം സന്തോഷത്തോടുകൂടെ തേർഡ് AC കമ്പാർട്ട്മെൻറ്റിൽ പുതച്ച് തണുത്ത് കിടന്നുറങ്ങി വന്ന ഞങ്ങളാണ് നാട്ടിൽ നിന്ന് ചെന്നൈ വരെ. ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് ഉള്ള ട്രെയിനിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരുന്നു ഒരു സാഹസികത നിറഞ്ഞ ഒരു യാത്രയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാണുമ്പോൾ ചിലപ്പോൾ എന്താണ്, എൻ്റെ പുറകിലെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഉള്ള പോലെ ഉണ്ടാവും. പക്ഷേ ഞാനുള്ളത് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലാണ്. കാരണം നമുക്ക് ബുക്ക് ചെയ്തിരുന്നു, പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് 26-ൽ എന്തായി അപ്പോൾ 26 വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്തായി. പിന്നെ ചലോ ഇതാണ് അവസ്ഥ. ചാർട്ട് പ്രിപ്പയർഡ് ആയപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 26 അങ്ങനെ നമുക്കെന്തായി, ലോക്കൽ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അങ്ങനെ ലോക്കൽ ടിക്കറ്റ് എടുത്തു. TTR കണ്ടു, ഫൈൻ അടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്ത് അങ്ങനെ ഉണ്ട്, കിട്ടുന്ന സീറ്റിൽ വല്ലപ്പോഴും ഇരിക്കും. പിന്നെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലേക്ക് കൂടി ഇവരെല്ലാം കൂടെ സജീവമായിട്ട് ബിസിനസ് നടത്തുന്നുള്ളതാണ് ട്രെയിൻ യാത്രയും അതുപോലെ ഇവിടുത്തെ ബിസിനസ്സിന്. അപ്പോൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ ഉത്തരേന്ത്യയിലേക്കൊന്നല്ല, ഡൽഹിയിലേക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ നോർത്ത് ആൻഡ് ഈസ്റ്റിലേക്ക് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ടും പിന്നെ ഇത് ഫാമിലി ആയിട്ട് വരുന്നത് നിർബന്ധമായിട്ടും തേർഡ് ACയോ അല്ലെങ്കിൽ AC ടിക്കറ്റ് മാത്രമേ എടുത്തിട്ട് വരാൻ പാടുള്ളൂ. കാരണം ഇങ്ങോട്ട് ഈ ഒരു സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെടുമെന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത്രയും ടൈറ്റാണ്. ലോക്കലിനോളം എന്താണ് ഭയങ്കര റഷാണ് ഇവിടെ. ബാത്റൂമിൽ പോകാനും പ്രയാസമാണ്, ഒന്ന് ഒതുവിട്ട് നിസ്കരിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രയാസമാണ്. എന്നിരുന്നാലും ആരെല്ലാം ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ആകുല തരുമെന്ന് വെച്ചാൽ ആർക്കും മലയാളം അറിയില്ല. പക്ഷെ ഇത് ബംഗാളിലേക്കുള്ള ട്രെയിൻ ആയതുകൊണ്ട് പറയാം, ഒരുപാട് ആളുകൾ എന്തുണ്ട്, കേരളത്തിൽ നിന്ന് പണിയും കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള മൂപ്പര് എവിടെയെന്ന് പറഞ്ഞേ, തൃശ്ശൂർ ജോലി. അങ്ങനെ കൊഞ്ചം മലയാളം അറിയുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അത് വെച്ചാൽ വേറെ മലയാളികൾ ആരും തന്നെ ഇല്ല, നമ്മൾ രണ്ടാളേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഉണ്ടാവും ചിലപ്പോൾ AC കമ്പാർട്ട്മെന്റിലാണ് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ യാത്ര ചെയ്യുന്നവർ ഒരിക്കലും സ്ലീപ്പർ എടുത്ത് പെട്ടുപോകരുത്. പരമാവധി ഒരു ലൈഡേഴ്സെങ്കിലും എടുത്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ ഈ ഒരു ഇതൊക്കെ ആസ്വദിക്കുന്ന വെച്ചാൽ എനിക്ക് ഇതാണ് ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സ്ലീപ്പറിൽ യാത്ര ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ഫീലിങ്സൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സ്ലീപ്പറാണ്. ലോക്കൽ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് ലോക്കലിന് ഒരു ഫീലിംഗ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുക, സ്ലീപ്പർ എടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കാണിച്ചാൽ ഇവിടുത്തെ റഷ് അത്രയുണ്ട് ഫുള്ള്. അങ്ങോട്ടൊന്നും ആ ഒരു ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. നിന്നെടുത്ത് നിന്നോളാം. പിന്നെ വെച്ചാൽ TTRന് പോലും ശരിക്കും പറഞ്ഞാൽ
ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷേ അവരൊക്കെ വളരെ സാഹസികമായിട്ട് ഓരോരാളും കടന്നു വരുന്നൊരവസ്ഥയാണ്. മലയാളം കേട്ടിട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ട്രെയിനിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ പിന്നെ പുറത്ത് നല്ല കാഴ്ചയാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ ബംഗാൾ യാത്ര എന്ന് പറയുന്നത് അത്യാവശ്യം കായൽ, അതുപോലെ അത്യാവശ്യം കൃഷിയിടങ്ങൾ, ഇതൊക്കെ ഉൾക്കൊണ്ട നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പുറത്ത് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു പിരിമുറുക്കത്തിൽ നിന്നെല്ലാം ഒരു വിൻഡോ സീറ്റ് കിട്ടുകയാണെങ്കിൽ എന്താവും, നല്ലൊരു റിലാക്സ് ആയിരിക്കും. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ഇനി പുറത്തുള്ള കുറച്ച് കാഴ്ചകളോടെ പരിചയപ്പെട്ട് തൽക്കാലം ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം വെച്ചാൽ ഇത് പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം നമ്മളാരും എന്ത് ചെയ്യാൻ പാടില്ല, ഫാമിലി ആയിട്ട് വരുന്നവർ പ്രത്യേകിച്ച് ഒരിക്കലും സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് പോയിട്ട്, ഇത് എപ്പോഴും ഇന്ന് മാത്രമുള്ളൊരു അവസ്ഥയല്ല, എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെയാണെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തെ കാഴ്ചകളാണ്. വേറെ എന്താ തമിഴ് മുറപ്പാനി പറയണ്ട, തമിഴ് മുറപ്പാനിയാണ് നമ്മുടെ ക്യാമറമാൻ. ഇതാണ് പറയാനുള്ളത്. ഒന്നും പറയാ ഈ ഒരു അവസ്ഥ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഒരു സമയത്തിലുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഇപ്പോൾ ഇന്നലെ രാത്രിക്കാണ് നമ്മൾ കയറിയത്. പക്ഷെ ഇന്നലെ വീടെടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേ അല്ല. കയറി വരുന്ന സമയത്ത് തന്നെ ഫുള്ള് ടൈറ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ എന്തായി, ഇപ്പോൾ കുറച്ചിങ്ങനെ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈം കിട്ടിയപ്പോഴാണ് വീടെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തൃശ്ശൂരിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ആൾ ഇതാണ് കേട്ടോ. भाई आपका नाम क्या है? नाम हकीम. क्या करते हैं त्रिशूर में? क्या काम? सेंटरिंग. हाँ, सेंटरिंग का मतलब ये एल्यूमिनियम फैब्रिकेशन सेंटरिंग. हाँ वो है. बिचली ഓ ബിച്ചിലേക്ക് ഓക്കെ. ഇത് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. വൈബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ എന്താ പറയുക, മൊത്തത്തിൽ റെസ്റ്റ് ആണെങ്കിൽ തന്നെ ഇവരെല്ലാം ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് തമാശ പറഞ്ഞ് പല കഥകളും പറഞ്ഞ് ഭായിമാർ തന്നെയാണ് കേട്ടോ എല്ലാവരും, മലയാളികളാരും ഇല്ല. അങ്ങനെ ഒരു രസമാണ്. തമിഴിൽ 2 ആൾ, അവിടെ കുറേ ആൾ ഇവിടെ ഉണ്ട്, ഉള്ളാണ്. ഇതിൽ 50% ആളുകൾ റിസർവേഷനുള്ള ആളും 50 40-30% റിസർവേഷൻ ടിക്കറ്റ് ഉള്ള ആളും ബാക്കി ഫൈൻ അടിച്ച് കയറിയ ആളുകളാണ്. അപ്പോൾ നമുക്ക് ടീച്ചറിനെ കണ്ടാൽ എന്ത് ചെയ്യും, പരിഗണിക്കും. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലോക്കലിൽ കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ഈ നെല്ലാണോ ഗോതമ്പാണോ എന്ന് അറിയില്ല, നെല്ലാവാനായിരിക്കും സാധ്യത. എന്തായാലും വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് അധിക സ്ഥലങ്ങൾ കാലിയാണ്. വളരെ വിജനമായ സ്ഥലങ്ങളാണ് പല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ രസകരമായ ഒരു കാഴ്ച എന്നുള്ളത് ഈ പശുക്കൾ തന്നെയാണ്. പശുക്കളും ആടുകളും ഇങ്ങനെ മേയുന്ന നല്ല കാഴ്ച. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും പിന്നെ ഈ ഒരു ട്രെയിൻ യാത്രയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ ചില ഏരിയകളിൽ കായൽ വരുന്നുണ്ട്. അത് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക, പകർത്താൻ ശ്രമിക്കുക. ഒരു ഗ്രാമീണ അന്തരീക്ഷം കേട്ടോ. റോഡും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ. ഇനി ബംഗാളിലെത്തിയാൽ അത് വിശാലമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ഓരോന്നോരോ അത് കണ്ടില്ല ആട്. വൈകുന്നേരങ്ങളിലാകുമ്പോൾ ആട്ടിടേനും കുറച്ച് ആട്ടുംകൂട്ടങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് എന്ത് വണ്ടി, മാൽവണ്ടി മീൻസ് കൽക്കരിയായിട്ടൊക്കെ ആയിട്ട് പോകുന്ന വണ്ടിയിൽ ആ ഒരു ട്രെയിനാണിത്. കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടില്ലേ, കത്തുവെന്ന് പഞ്ചാബ് വരെ പിന്നെ എന്തായി, ഡ്രൈവറില്ലാണ്ട് ട്രെയിൻ ഓടി. പല സ്ഥലങ്ങളിലും റെയിൽവേൻ്റെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ പൊളിച്ചിട്ടിട്ടുള്ളത്. ഇതൊക്കെ ഇവിടുത്തെ ഏതൊരു പ്രധാനപ്പെട്ട നദിയാണ്, ഏതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ എന്നിരുന്നാലും വറ്റി വരണ്ട് തുടങ്ങി കേട്ടോ. ചില ഏരിയകളൊക്കെ വെള്ളങ്ങളൊക്കെ വളരെ അതുപോലെ നിങ്ങൾ കണ്ടോ, റെയിൽ പാലം ഉണ്ടാക്കാൻ, അതായത് ഈ ട്രെയിനിൻ്റെ നടുക്കിടുന്ന ഈ സിമെൻറ്റ് കട്ടയില്ലേ, അതിൻ്റെ ഒരുപാട് കൂട്ടമുണ്ട്. ഇതാ നമ്മൾ മിക്കവാറും ബംഗാളിൻ്റെ ഒരു ഭാഗത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട് കാണുന്നില്ലേ. ആ ഒരു പിന്നെ വൈകുന്നേരം കാഴ്ചകൾ നോക്കിയാൽ
വൈകുന്നേരത്തെ ഒരു തെരുവ് നമുക്ക് ഇങ്ങനെ കാണാം. എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കത്തിയടിക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ട്രിപ്പിൾ അടിക്കാണ്ടൊരു വണ്ടി കുറവാണ്. ആ കട നോക്കി എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു കടയാണ്. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ വേണ്ട ഒരു പവനവും. വീടുകളിൽ ഇങ്ങനെ നോക്കിയാൽ ഇന്ത്യൻ റെയിൽവേസ്. അങ്ങനെ ഇതാ ട്രെയിന് ഹൗറ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ ഏകദേശം അല്ല 7 മണിക്ക് തന്നെ 7 മണിക്ക് ആരംഭിച്ച യാത്ര 11:15 ഹൗറ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമായിരുന്നു. എല്ലാവരും ഇവരൊക്കെ ഈ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടവരാണ്. നമ്മളിങ്ങനെ ഈ വട്ടത്തിലിരുന്ന് സംസാരിച്ച് പരിചയപ്പെട്ടവരാണ്. ഇവരെ വർത്താനം ഇനിയും കഴിഞ്ഞിട്ടില്ല. തിരക്കും അതേപോലെ തന്നെ കേട്ടോ. ആ കയറിയ ഉടനെയുള്ള തിരക്ക് അതേപോലെ എന്തുണ്ട് പിന്നെ ഇവിടെ ഇറങ്ങുമ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, തുടക്കത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിക്കും ഇതൊക്കെ ഒരു വൈബാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നല്ലോണം ആസ്വദിച്ചു. കുറേ ഇവരായിട്ട് സംസാരിച്ചു, കുറേ ബംഗള പഠിച്ചു വെച്ചാൽ കൂടുതലായിട്ടില്ല. ബംഗളയിൽ എന്താണ് പേര് പറയുക, പിന്നെ എന്തൊക്കെയാണ് വിശേഷം, അതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ബംഗള പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവത്തിന് എന്ത് ചെയ്തു, ഒരു 28-29 മണിക്കൂർ എന്ത് ചെയ്തു ഇതിൽ ചിലവഴിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെച്ചാൽ ഫാമിലി ആയിട്ട് വരുമ്പോൾ പരമാവധി ഇത് ട്രൈ ചെയ്യാണ്ടിരിക്കുക. നേരെ മറിച്ച് ഇതൊക്കെ ആസ്വദിക്കണം. നിങ്ങൾ വന്നോ, പ്രശ്നമില്ല. ഫാമിലി ആയിട്ട് വരുമ്പോൾ പിന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡിലൊക്കെ യാത്ര ചെയ്യണമെന്ന് താല്പര്യമുള്ളവരെന്ത് ചെയ്യേണ്ട, ഈ ഒരു ഹൈ റിസ്കിന് നിൽക്കേണ്ട. അവർ തീർച്ചയായിട്ടും പിന്നെ എന്ത് ചെയ്യുക, AC എടുത്ത് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കാം. സ്ലീപ്പർ ഇതേപോലെയാണ് ഉണ്ടാവുക. പിന്നെ ഇന്നത്തോളം ഏത് കമ്പാർട്ട്മെൻറ്റ് ആയാലും നമുക്ക് ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടാവുക. സമയം വേറെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? വേറൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇന്നലെ സീറ്റ് കൺഫേം അല്ല. നമുക്ക് TTR ഫൈൻ അടിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കയറുന്നത്. ശരിക്കും നമ്മൾ ലോക്കൽ ടിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത 2 കൂട്ടുകാരുണ്ട്. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ 2 ആളാണ്. അവർക്ക് 2 ആളും കൺഫേം സീറ്റാണ്. അപ്പോൾ രാത്രിയായപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്തു, പിന്നെ താഴെ അവർ 2 ആൾ ഒരുമിച്ച് ഒരു സീറ്റിൽ ഉറങ്ങി. മുകളിലത്തെ സീറ്റ് നമുക്ക് 2 ആൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തു വിട്ടു തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരുന്നു ഇന്നലെ വളരെ സുഖസുന്ദരമായിട്ട് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തതുപോലെ കണ്ടുപിടിക്കുന്നത്. എന്നിരുന്നാലും ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോക്കുള്ള ചാൻസ് ഇല്ല. ഇനി ബംഗാളിൽ അവിടെ എത്തിയിട്ടുണ്ട്, അതായത് മാഞ്ചികണ്ട എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിയിട്ടായിരിക്കും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ടാവുക. കാരണം ഇപ്പോൾ 11:30 പിന്നെ ഈ ട്രെയിൻ ഇപ്പോൾ നിർത്താം. പിന്നെ ഇവിടെ ഇറങ്ങി തൊട്ടടുത്ത ട്രെയിനിന് പിന്നെ നമുക്ക് പിന്നെ ഓടിക്കയറാൻ മാത്രമുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വേറെ വിശേഷങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ ഉണ്ടാവുക. ഈ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാണ്, തൽക്കാലം ഇവിടെ ചെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് എന്ത് ചെയ്യും, അടുത്തൊരു വീഡിയോ നല്ല ബംഗാൾ കാഴ്ച വില്ലേജ്, അതായത് ബംഗാളിലെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇൻഷാ അല്ലാ. അതുവരെ നിങ്ങളൊക്കെ കാത്തിരിക്കുക. പിന്നെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ